ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ സ്ഥലം വരെ പോയിട്ട് വന്നാലോ? വായോ. നമ്മളോടൊപ്പം പങ്കുചേർന്ന് നമുക്ക് അന്നമൊരുക്കിയാണ് ആ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. സർവേശ്വരൻ ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗാന്ധി ഭവൻ സ്നേഹവീട് കുടുംബത്തെക്കുറിച്ചും പത്തനാപുരം ഗാന്ധി ഭവനെക്കുറിച്ചുമൊക്കെ അപ്പോൾ ഗൈസ്, നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഗാന്ധി ഭവനിലോട്ടാണ്. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ ഗാന്ധി ഭവൻ ഉള്ളത്. അവിടെ കുറേ പേരൊന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. നല്ല കാര്യം. അപ്പം കുറച്ച് നല്ല അച്ഛനമ്മമാരെയൊക്കെ അവിടെ കാണാൻ പറ്റി. അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഫുഡ് കൊടുത്തു. ഫുഡ് ഞാനല്ല കൊടുത്തത്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദർ മരിച്ചതിൻ്റെ 2ാമത്തെ വാർഷികം. അത് അവർ വീട്ടിൽ വെച്ച് ആഘോഷിക്കുന്നതിന് പകരം അവർ വീട്ടിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് പകരം അവിടെ ചെന്ന് കുറച്ച് ആൾക്കാർക്ക് ഫുഡ് കൊടുത്ത് അങ്ങനെ അതായിരുന്നു പരിപാടി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ടായിരുന്നു, അവർക്ക് ഒരാളെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ആരും പേരോ നാളോ എവിടെ നിന്നാണെന്നോ ഒന്നും അറിയാത്ത ഒരാളുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ആരും നോക്കാനില്ലാണ്ട് അങ്ങനെ വന്നിട്ടുള്ള ആളുണ്ട്. ഇതിൽ കൂടുതലും മിക്കവാറും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട്. നോക്കാൻ ആരുമില്ല, പക്ഷെ എല്ലാവരും ഉണ്ട്. മക്കളുണ്ട്. 4-5 മക്കളുള്ള അച്ഛനമ്മമാർ വരെ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളെ വളർത്തി വലുതാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഇതുപോലെ കൊണ്ട് കളയുമോ? കളഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും വലുതായിട്ട് അവരെ കൊണ്ട് കളയാനുള്ള അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ട് നിർത്താനുള്ള ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവരതുപോലെ നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ. അവർ പറയുന്നതെന്ന് കേട്ടിട്ടുണ്ട്, 4-5 മക്കളുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അതിൽ ഒരാളൊന്ന് മെനക്കെട്ടിരുന്നെങ്കിൽ, ഒരാളൊന്ന് നോക്കാനുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് അവിടെ വന്ന് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. ഒരാൾ നോക്കിയാൽ മതി. അല്ലെങ്കിൽ 4 മക്കളെ പിന്നെ എന്തിനാണ് ഉണ്ടാക്കിയേക്കണത്? നമ്മുടെ ജനറേഷൻ, ഇപ്പം ഞാൻ 2001 ഇപ്പം അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാർ അച്ഛനമ്മമാരൊന്നും അല്ല. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാരെ അല്ല ചെയ്തേക്കുന്നത്. അതിന് മുന്നേ ഉള്ള എല്ലാം അറിയുന്ന, എല്ലാ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരാണ് ഈ പണിയൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത്. ദൈവത്തെ ഓർത്ത് ഇനിയുള്ള ജനറേഷനോടാണ് പറയാനുള്ളത്, അച്ഛനമ്മമാരെ കൊണ്ട് കളയരുത്. അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നെന്നും പറഞ്ഞുകൊണ്ട് നോക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞിട്ട് ഇങ്ങനൊന്നും കാണിക്കരുത്. നമ്മുടെ അച്ഛനും അമ്മയല്ലേ, നമ്മളെ കുറേ നാൾ നോക്കിയതല്ലേ. ഇപ്പം നമുക്കൊരു അസുഖം വന്നപ്പോൾ നമ്മളെ കൊണ്ട് കളയാനായിരുന്നെങ്കിൽ അവർക്ക് പറ്റിയേനല്ലോ. എന്തുകൊണ്ട് കളഞ്ഞില്ല? എന്താണ് നമ്മുടെ അച്ഛനും അമ്മ ആയതുകൊണ്ടാണോ നമ്മൾ കൊണ്ട് കളയുന്നത്? മക്കളെ ആരും കളഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കുറേ ഉണ്ട്. ഇനിയുള്ള ജനറേഷനെങ്കിലും ചെയ്യാതിരിക്കുക. ഒന്നുമില്ല, ഇപ്പം നോക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം, ബുദ്ധിമുട്ടെന്ന് ഉദ്ദേശിച്ചത് പൈസ കൊണ്ടോ അല്ലെങ്കിൽ നോക്കാൻ കഴിവില്ലാത്ത കൊണ്ടോ ഒക്കെ ആണെങ്കിൽ ഓക്കെ. ഗവൺമെൻറ്റിൻ്റെ കീഴിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ചികിത്സ കിട്ടും, നല്ല താമസ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലാണ്ട്
എല്ലാ കാര്യങ്ങളും ഉണ്ട് എങ്കിൽ പോലും സൗകര്യം ഇല്ലയെന്നും പറഞ്ഞിട്ട് കൊണ്ട് കളയുന്ന ആൾക്കാരോടാണ്. അപ്പോൾ അങ്ങനെ നോക്കാൻ സൗകര്യമില്ലാത്ത മാമന്മാരും മാമിമാരും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഒന്ന് ആലോചിക്കുക. നിങ്ങൾക്കും മക്കൾ അല്ലെങ്കിൽ ആൺമക്കൾ പെൺമക്കളൊക്കെ വളർന്ന് വരുന്നുണ്ട്. അപ്പം നിങ്ങളെന്ത് ചെയ്യുന്നു അത് തന്നെയാണ് കണ്ടുപഠിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ നിങ്ങളുടെ പേരൻസിനെ കൊണ്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കാൻ പോകുന്നില്ല. അവരും അതേ പാത പിന്തുടരുക തന്നെ ചെയ്യും. അപ്പോൾ ഗൈസ്, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇനിയെങ്കിലും ഇതുപോലുള്ള ഗാന്ധി ഭവനും വൃദ്ധസദനങ്ങളും ഒന്നും വളർന്ന് വലുത് പന്തലിക്കാതിരിക്കട്ടെ. ഇതോടുകൂടി തീരട്ടെ എന്ന് വിചാരിക്കുന്നു. കറണ്ടും വന്നു, സത്യം. അപ്പോൾ ഇനിയുള്ള ജനറേഷനെങ്കിലും ഈ പരിപാടിക്കൊന്നും പോകാതിരിക്കുക. അച്ഛനും അമ്മയും നോക്കുക, അവരെന്തും ചെയ്തോട്ടെ. നിങ്ങളോട് ഇനിയും മോശമായിട്ട് പെരുമാറുന്ന അച്ഛനമ്മമാരാണെങ്കിൽ പോലും ഒരിക്കലും അങ്ങനെ കൊണ്ട് കളയാനോ അങ്ങനെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും പറയാം. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായവും, അതുപോലെ നിങ്ങൾ അവരുടെ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇതുപോലെ ചെയ്തിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത്, അതിന് ഞാൻ ഒരു വേദി ഒരുക്കി തരാണ്. അതായത് എൻ്റെ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാനുള്ളതും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം എഴുതി അറിയിക്കുക. നോക്കട്ടെ എത്ര പേർക്ക് അച്ഛനോടും അമ്മയോടും സ്നേഹം ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.